ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയനാട്ടിലാണ്. വയനാട്ടിലൊരു സ്വർഗം ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു കിടിലൻ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു ഏരിയയിൽ നമുക്ക് വിശാലമായൊരു പാർക്കിംഗ് ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ പാർക്കിംഗ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. നമുക്കിതാ ഇവിടെ സ്വർഗം ഫിഷ് ലാൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതേപോലെ തന്നെ എന്താ ഒരു വലിയ ഒരു കുളമാണ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതേപോലെ തന്നെ എന്താ ഒരുപാട് ആളുകൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുള്ളത് സുൽത്താൻ ബത്തേരി കല്ലുവയലുള്ള സ്വർഗം ഫിഷ് ലാൻഡിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി കോൺസെപ്റ്റാണ് ഇവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 3ഓളം കുളം വരുന്നുണ്ട്. 3ഓളം കുളത്തിൽ നമുക്ക് തിലാപ്പിയ, വാള, അതേപോലത്തെ ഒരുപാട് പുഴമീൻ വർഗ്ഗത്തിലുള്ള മീനുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ മീൻ നമുക്ക് ഇവിടെ ചൂണ്ടിട്ട് പിടിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉള്ള ഒരു കിടിലൻ ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 3 ഏക്കറോളം വരുന്ന ഒരു കിടിലൻ പ്ലോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്നിട്ട് നമുക്ക് കിടിലനായിട്ട് മീൻ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ കഴിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ചൂണ്ട വരുന്നുണ്ട്. 2 ടൈപ്പിലുള്ള ചൂണ്ടയാണ് വരുന്നത്. 30 രൂപയുടെ ചൂണ്ടയും വരുന്നുണ്ട്, 50 രൂപയുടെ ചൂണ്ടയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചൂണ്ട വാങ്ങിയിട്ട് നമുക്ക് മീൻ പിടിച്ചിട്ട് നമുക്ക് ചൂണ്ട തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 കുളത്തിലും ഇവിടുത്തെ ഏറ്റവും മാക്സിമം വരുന്നത് 12-13 kg വരുന്ന മീനാണ് മാക്സിമം വരുന്നത്. അപ്പോൾ നമുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിലോ റേറ്റിനാണ് മീൻ വരുന്നത്. അപ്പോൾ ആ മീനിൻ്റെ കിലോ റേറ്റിന് 200 രൂപയാണ് വരുന്നത്. അപ്പോൾ 200 രൂപ കൊടുത്തിട്ട് ആ കിലോക്ക് ഉള്ളത് നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അത് ഫ്രൈ ആക്കിയിട്ട് അവർ തരുന്ന ആ ഒരു ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ ഒന്നുമില്ല, ഫുള്ള് ഫ്രീ ആണ്. അതേപോലെ തന്നെ കാർ പാർക്കിംഗ് ഉണ്ട്, അതും ഫുൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മളിവിടുന്ന് മീൻ പിടിച്ചിട്ട് കഴിക്കുന്നതിന് മാത്രമേ പേയ്മെൻറ്റ് ഉള്ളൂ. ആ ചൂണ്ടൻ്റെ റേറ്റും ആ മീനിൻ്റെ റേറ്റും മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് മീനാണോ പിടിക്കുന്നത് ആ മീൻ നമുക്ക് എടുക്കാം. അങ്ങനെയാണ് വരുന്നത്. ഇപ്പം 3 കുളമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരു കുളത്തിൽ ചെങ്ങാട ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒരു കിടിലൻ യാത്ര നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഫ്രൈ ആയ മീനുകളും അതേപോലെ തന്നെ നമുക്ക് കപ്പ ബിരിയാണിയും അതേപോലെ തന്നെ നല്ല സ്നാക്സ് ഐറ്റംസ്, ചായ, അങ്ങനത്തെ ഫുഡൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയിൽ ഇരുന്ന് നല്ല മ്യൂസിക്കൊക്കെ കേട്ട് ചില്ലായിട്ട് നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഇവിടെ ഫുൾ ഓപ്പണിംഗ് ആണ്. ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് ചില്ലായിട്ട് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. തിലോപ്പിയ, വാള, നെട്ടർ, അതേപോലത്തെ ഒരുപാട് ഫിഷുകളാണ് ഇതിനകത്തുള്ളത്. ചെറുതും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിടിക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ മീൻ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവർ ഫിഷ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് കട്ടിങ്ങിന് റേറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. നമ്മൾ ഫിഷിൻ്റെ റേറ്റ് മാത്രം നമുക്ക് കൊടുത്താൽ മതിയാകും. നമുക്കിവിടെ സുഖമായിട്ട് ഇരുന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമുക്കൊരു മീൻ കൊത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നവരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഈ കാണുന്ന ഒരാൾക്ക് മീൻ കിട്ടിയത്. നല്ല കിടിലൻ മീനാണ്, കടന്ന് പിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ പേര് അറിയുന്നവർ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. കറക്റ്റ് ഉത്തരം പറയുന്നത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്. ഏകദേശം എന്തായാലും ഒരു 5-6 കിലോ എന്തായാലും ഉണ്ടാവും. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കിടിലാണ്. അപ്പോൾ ഈ ഒരു മീൻ കിട്ടിയ പാടണത് എല്ലാവരും ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ചൂണ്ടിട്ടാലും മീൻ ഉറപ്പാണ് എന്തായാലും കിട്ടുന്നുള്ളത്. അപ്പോൾ എല്ലാ കുളത്തിലും ഒരുപാട് മീനുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മീൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മീൻ നമുക്ക് ഇവിടുന്ന് ഇവർ വെട്ടി വൃത്തിയാക്കി ക്ലീനാക്കി തരും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, കറി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരാക്കി തരും. നമ്മൾ ഇഷ്ടത്തിന് ഇവർ നമുക്ക് സെറ്റാക്കി തരുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരെ ഫുഡിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വിശാലമായിരുന്നിട്ട് തന്നെ
നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ അങ്ങാണ് നമ്മുടെ ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഫുഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡാണെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടിട്ട് തന്നെ നമുക്ക് നാവിൽ വെള്ളം ഊറുന്നുണ്ട്. നല്ല കിടിലൻ ഫുഡാണ്, നല്ല ചൂടോടെയാണ് തന്നിട്ടുള്ളത്. ഇവിടുന്ന് കപ്പയും അതേപോലെ തന്നെ മീൻകറിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. കണ്ടിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടോടെ ഇവർ ഇപ്പം തന്നെ ഇവിടുന്ന് ഉണ്ടാക്കി തന്നതാണ്. ഇതാണ് ഒരു മീൻകറി. അപ്പം ഉടമ്പൂടി കിട്ടാൻ നല്ല അടിപൊളി മീൻകറിയാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കപ്പയും നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പയും മീൻകറിയും അതേപോലെ തന്നെ കട്ടൻ ചായയും മൂന്നും ഒരു രക്ഷയില്ലാത്ത കോംബോ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വയനാട്ടിൽ വന്ന ഒരു പുതിയ കോൺസെപ്റ്റിലുള്ള ഒരു കിടലൻ ലൊക്കേഷനാണ്. നല്ല രീതിക്ക് തന്നെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ലൊക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഒക്കെ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ മറ്റൊരു കിടലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.